50 ദിവസം 50 അയ്യപ്പ കഥകൾ. 7-ാം ദിവസം മറുവപ്പട. മറുവപ്പട എന്നാൽ ഒരു കൂട്ടം ശക്തരായ പോരാളികൾ. അവർ കരിമലയിൽ കോട്ടയും മറ്റും സ്ഥാപിച്ച് പന്തളം പോലുള്ള നാട്ടുരാജ്യങ്ങളോട് യുദ്ധം ചെയ്തു പോന്നു. കാട്ടുകൊള്ളയായിരുന്നു അവരുടെ പ്രധാന വിനോദം. അവർ ശബരിമല ക്ഷേത്രം നശിപ്പിക്കുകയും പൂജാരിയെ വധിക്കുകയും ചെയ്തു. പന്തളം പോലുള്ള നാട്ടുരാജ്യങ്ങൾ അവരോട് യുദ്ധത്തിന് പോകാത്തതിൻ്റെ കാരണം തന്നെ അവർ അത്രയ്ക്ക് ശക്തരായിരുന്നു. മണികണ്ഠൻ താൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് രാജാവിനെ അറിയിച്ചു. ഒറ്റയ്ക്ക് പോകാൻ തുനിഞ്ഞ മണികണ്ഠനോട് രാജാവ് പറഞ്ഞു, സൈന്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം യുദ്ധത്തിന് പോയാൽ മതിയെന്ന്. അമ്പലപ്പുഴയിലെ സൈനികർ അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ടെ സൈനികർ ആലങ്ങാട്ട് സംഘവും. അങ്ങനെ ഇവർ കരിമലയിലെത്തുകയും ഉദയനൻ്റെ കോട്ട നശിപ്പിക്കുകയും ഒടുവിൽ ഉദയനനെ വധിക്കുകയും ചെയ്തു.